ടാക്സി നിരക്ക് ഏകീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ ടാക്സിക്കാരെ പലപ്പോഴും ഈ നിരത്തിൽ മറ്റു പലരും തടയുന്നത്? എന്തുകൊണ്ടാണ്? അവർ റേറ്റ് വളരെ കുറവാണ് പോകുന്നത്. ഇവിടെ കോഴിക്കോടാണെങ്കിലും പല സ്ഥലത്തേക്കും ഞങ്ങളെക്കാട്ടി റേറ്റ് കുറവിൽ അവർ പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, പിന്നെ CNG ആണ് കൂടുതൽ കാറ് വരുന്നത് അവരത്. അപ്പോൾ റേറ്റ് എല്ലാവർക്കും ഒരേ മാതിരി ഓടാണെങ്കിൽ എല്ലാവർക്കും പണി ഉണ്ടാവും. അത് അവരൊന്ന് വളരെ ശ്രദ്ധിച്ച് ഓടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം ഞങ്ങളും പണിയെടുക്കാൻ വരുന്നതാണ്, അവരും ജോലി ചെയ്യാൻ വരുന്നതാണ്. നിലവിൽ ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോ മേഖലയിൽ ഇപ്പോൾ 2000-3000-ഓളം പുതിയ വണ്ടികൾ ഇറങ്ങിയതിന് ശേഷമോ പെർമിറ്റ് ഇറങ്ങിയതിന് ശേഷമോ അല്ലാതെ തന്നെ തൊഴിലാളികൾ പണിയില്ലാതൊക്കെയാണ്. ആ അവസ്ഥയിൽ ഈ ഊബറും വരുന്ന സമയത്ത് നമ്മളെ മുന്നിൽ ഈ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അതിൽ നമ്മളുണ്ടല്ലോ ആരാ പ്രതികരിക്കും. നമ്മളെ ഒരു അന്നം മുട്ടിച്ചുകൊണ്ടാവരുത് ഊബർ വരുന്നതെന്നുള്ള ഒരു ഇതാണുള്ളത്. അല്ല, അതാത് പ്രദേശങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ ഓടുന്ന ടാക്സിക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ആ ഓട്ടം നഷ്ടപ്പെടും. കാരണം ഇവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് വേറൊരു ഓട്ടം തിരിച്ച് പോവുകയാണ്. അവർ ചെറിയ പൈസക്കാണ് ഓടുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ടാക്സിക്കാരാകുമ്പോൾ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു ഓർഡർ കിട്ടാഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് കൂടുതൽ വാങ്ങേണ്ടി വരും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലാഭം നോക്കിയിട്ടാണ് പലരും ഈ ടാക്സി വിളിച്ച് പോകുന്നത്. അപ്പോൾ അവർ കൊണ്ടുപോയ ഓർഡർ തിരിച്ചു കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറൊരു ഓർഡർ എടുത്ത് വരുമ്പോൾ അതാത് പ്രദേശങ്ങൾ ഓടുന്ന ടാക്സിക്കാരുണ്ടാവുമല്ലോ, അവരെ വയറ്റത്താണ് അടിക്കുന്നത്. അത് ഇത്തരം സാഹചര്യങ്ങൾ അത് പിന്നെ വേണ്ട ചാർജ് വാങ്ങിയിട്ട് അവരെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരിക, അതാ വേണ്ടത്. അല്ലാതെ നമ്മൾ അവിടുത്തെ പിന്നെ ടാക്സിക്കാരെ വയറ്റത്തടിക്കുന്ന ഏർപ്പാട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് പിന്നെ എന്താ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ ഗുണ്ടകളായിട്ട് ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിലവിൽ ഓടുന്ന ടാക്സികളൊക്കെ ഓൺലൈനാക്കി ഓടിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അത് ഇവിടെ നടക്കുന്നു തോന്നുന്നില്ല. പിന്നെ ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയോ? ഇവിടെ ഞങ്ങളിപ്പോൾ പോണ 800 രൂപേൻ്റെ ഓർഡറിന് ഒരു 700 കാണിച്ചിട്ട് അവർ വരാണ്ടൊക്കെയുണ്ട്. അവർ ഫോണിൽ നോക്കുമ്പോൾ എന്നിട്ട് ഞങ്ങളോട് പറയും ഇത് 700-നാണല്ലോ ഇങ്ങനെ ടാക്സി പറഞ്ഞതെന്ന്. അപ്പോൾ അവർ വരൂല. കാരണം ഇത് ഞങ്ങളെ താത്താന്നുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തടയേണ്ടി വരുന്നത്? അതിപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അത് തടയുന്നത്. എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന തോന്നുന്നു? പരിഹരിക്കാന്ന് വെച്ചാൽ അതിപ്പോൾ പ്രയാസമായിരിക്കും. അത് നമ്മളുള്ള ഒരു ഓർഡറുകളൊക്കെ അവർ എടുത്തു പോകാന്നുള്ളത് തന്നെ ഉള്ളൂ ഇപ്പോൾ.